രാവിലെ തന്നെ എൻ്റെ ഏട്ടൻ കീക്കീനെ കുളിപ്പിക്കലാണ് കേട്ടോ. കീക്കീനെ സാധാരണ നമ്മൾ 10 അതേപോലെ 12 ദിവസം കൂടുമ്പോഴാണ് ശരിക്കും പട്ടിക്കുട്ടികളെ കുളിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പറയാറ്. പക്ഷെ എൻ്റെ കീക്കി അതിന് സമ്മതിക്കില്ല, വികൃതി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 4-5 ദിവസം കൂടുമ്പോൾ അതിനെ കുളിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല, അങ്ങനെ ചെളിയേക്ക് മേലാക്കും. അപ്പം അത് കാരണം ഇന്ന് രാവിലെ തന്നെ അതിനെ കുളിപ്പിക്കാൻ വേണ്ടി നിന്നു. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള അവളുടെ യുദ്ധമാണ് കേട്ടത്. താഴെ നിർത്തി കുളിപ്പിക്കാൻ സമ്മതിക്കേ ഇല്ല, ആൾ ഓടിപ്പോവും. ഇത് അതുകൊണ്ട് തിരുമണ കല്ലിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവളവിടെ ഒതുങ്ങി നിൽക്കും, ചാടാൻ പേടിയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഏട്ടൻ്റെ മേലേക്ക് ഇങ്ങനെ ചാരി ചാരി വരുന്നത്. മേല് വെള്ളമൊഴിച്ച് സോപ്പ് തേക്കുമ്പോഴൊന്നും ആൾക്ക് പ്രശ്നമില്ല. തല വഴി വെള്ളമൊഴിച്ച് സോപ്പ് തേക്കാൻ നിന്ന ആളുടെ വിധം മാറും. ഭയങ്കര പേടിയാണ്. തലയിൽ കൂടെ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കണം എന്തിനാണ് ആൾ ശ്വാസം കിട്ടാത്ത എന്തി പെടയണതൊക്കെ കാണാം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അവളെ ഷോപ്പിൽ കൊണ്ട് കുളിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ ഈ എപ്പോഴും ആയതുകൊണ്ട് നമുക്ക് അവിടെ പോകാനുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് വീട്ടിൽ കുളിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ കുളിക്കിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കയറ്റി കഴിഞ്ഞാൽ അവളെ ഞാൻ ഹീറ്റർ വെച്ചിട്ട് അങ്ങനെ മൂടി ചീകി അങ്ങനെ ഉണക്കുകയാണ് കേട്ടോ ചെയ്യാറ്. കുറച്ച് നേരമൊക്കെ ആൾ ഒതുങ്ങി നിൽക്കും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വികൃതി തരം തുടങ്ങും. പിന്നെ മുഖത്തിൻ്റെ അവിടേക്ക് നമുക്ക് കാറ്റടിപ്പിച്ചാൽ അത് ആൾക്ക് ഇഷ്ടമല്ല. അപ്പേനും ആൾ പെട്ടെന്ന് തന്നെ ആളുടെ രൂപം മാറുക എന്ന് പറയില്ല, അങ്ങനെ കണ്ടോ ഇപ്പം തന്നെ ഓടണം. അതുകൊണ്ടാണ് മുഖത്തിൻ്റെ അവിടേക്ക് കാറ്റടിപ്പിച്ച ഒരു രക്ഷയില്ല, പിന്നെ ആൾ ഒതുങ്ങിയിരിക്കില്ല. അത് കഴിഞ്ഞ് ഉണക്കലൊക്കെ കഴിഞ്ഞ് ഇതാ സുന്ദരൻ കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത വികൃതി എന്തൊപ്പിക്കാം എന്നുള്ള ആലോചനയിലാണ്. കൂട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ മടി വേറൊരാൾക്കും ഉണ്ടാവില്ല. ഭയങ്കര മടിയാണ്. ഇപ്പം മണ്ണിക്ക് ഇറങ്ങണം, മണ്ണൊക്കെ ഒന്ന് പോയി വാരണം, അങ്ങനെയുള്ള ഒരു ഫീലിലാണ് ഇരിക്കണേ. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആളുടെ എടുത്തു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതാണ് എടുത്ത് കൊണ്ടുപോകണത്. ആൾ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് എടുത്തിട്ട് പോണത്. പേട്ടനെ തിരിഞ്ഞു നോക്കണൊക്കെ ഉണ്ട് എന്താ സംഭവം എന്നറിയാൻ. അങ്ങനെ കൂട്ടിലൊക്കെ ആക്കി പെട്ടു ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പാണ്. ഇനി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും തുടങ്ങും അവിടെ യുദ്ധം വിട്ട്. അങ്ങനെ ഇപ്പോൾ കൂട്ടിലൊക്കെ കയറി സുന്ദരനായി ഇരിക്കുന്നുണ്ട്. ഇനി രാത്രി ആകുമ്പോഴേക്കും കിക്കിയുടെ രൂപം മാറി ചെളിക്കുട്ടനായിട്ട് വരും. അപ്പോൾ ഓക്കെ, ബൈ.